അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രസ്താവനയെ മന്ത്രി വേദിയിൽ തന്നെ തിരുത്തിയിട്ടുണ്ടെന്ന് സജിത മഠത്തിൽ 24-നോട് പറഞ്ഞു. അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രസ്താവനയോട് യോജിക്കുന്നില്ല. മനസ്സിലുള്ള കാര്യങ്ങൾ അറിയാതെ പുറത്തുവരുന്നതാണ്. അടൂർ ഗോപാലകൃഷ്ണൻ പ്രായമുള്ള വ്യക്തിയാണ്. പറഞ്ഞത് ഇനി തിരുത്തുക എന്നുള്ളത് സാധിക്കില്ലെന്നും സജിത മഠത്തിൽ പറഞ്ഞു. അലക്സ് റാം മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇതിൻ്റെ അവസാനം അടൂർ ഗോപാലകൃഷ്ണൻ സാർ നടത്തിയൊരു പ്രതികരണം അതിനെ അങ്ങനെ കാണുന്നത്, അതായത് പട്ടികജാതി വിഭാഗക്കാർക്ക് സബ്സിഡി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയൊരു പ്രതികരണം. അതിന് മന്ത്രി തന്നെ അതിന് തിരുത്തൽ ആ വേദിയിൽ തന്നെ നടത്തിയിട്ടുണ്ട്. മന്ത്രി അതിന് തിരുത്തൽ അവിടെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. കാരണം അത് അത്യാവശ്യമാണ്, എന്തുകൊണ്ട് ആവശ്യമാണ് എന്നുള്ളത് മന്ത്രി അവിടെ വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചോദിക്കുന്നുണ്ടോ? മന്ത്രി പറഞ്ഞതിനോടല്ല അടൂർ ഗോപാലകൃഷ്ണൻ സ്വാഭാവികമായിട്ടും നമ്മൾ യോജിക്കുന്നില്ല. അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള, ഇത് എന്താ പറയുക, പലരുടെയും മനസ്സിലുള്ള കാര്യങ്ങൾ അറിയാതെ പുറത്ത് വരുന്നതാണ്. പിന്നെ അദ്ദേഹം ഇത്രയും പ്രായമായിട്ടുള്ള ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യത്തിനെ ഇനി തിരുത്തുക എന്നൊന്നും പറഞ്ഞാൽ നമുക്ക് പറ്റില്ല. പക്ഷെ നമ്മൾ എല്ലാവരും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ അപ്പം തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പുഷ്പാവതി എഴുന്നേറ്റ് നിന്ന് അതിനോട് പ്രതികരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊരു സൊസൈറ്റിയിൽ പൊതുവിലുള്ളൊരു കൺസെപ്റ്റാണ്. അതുതന്നെയാണ് അദ്ദേഹം റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം അത് ശരിയല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് മന്ത്രി അപ്പം തന്നെ അതിനെക്കുറിച്ചിട്ട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പോസിറ്റീവായി കാണുന്നു, വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.